നമ്മുടെ പ്രോപ്പർട്ടി വിട്ടിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് അതിന്റെ അപ്പുറത്തൊരു സർപ്പക്കാവുണ്ട്. ഓക്കെ, ആൻഡ് സർപ്പക്കാവ് ഒരു പ്രോബ്ലം ആണെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത് കണ്ടു വളരുന്നല്ലേ. കൊച്ചിയുടെ നടുക്കായാലും അയ്യപ്പങ്കാവ് എല്ലായിടത്തും സർപ്പക്കാവുകളും അങ്ങനത്തെ ഒരു അമ്പലമാണെങ്കിൽ അതിന്റെ സൈഡിൽ ഒരു സർപ്പക്കാവ് ഉണ്ടാവും. പനമ്പിളിനാറിൽ 60-80 ലക്ഷം വരെ ഒരു സെന്റിന് ആൾക്കാർ പറയുന്നുണ്ട്. ഒരു സെന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൈസ് നിൽക്കെ എങ്ങനെ ഒരാള് ഒരു സിമ്പിൾ IT ജോലിക്കാരൻ എങ്ങനെ ഇവിടെ വന്ന് ഒരു വീട് വെക്കും? ഞങ്ങളിങ്ങനെ ഈ കണ്ണനാടി കൂടെ ഒക്കെ പോകുമ്പോൾ ചിന്തിക്കും, കൊച്ചി എറണാകുളം ജില്ലയിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടോ, എറണാകുളം ജില്ലയുടെ പരിധിയിൽ തന്നെ വരുന്നതാണോ നമ്മൾ ചിന്തിച്ചു പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ സിറ്റിയുടെ നടുക്ക് ഒരു അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ ഇന്ന് മിനിമം നമ്മളൊരു 2.5-3 crore സ്പെൻഡ് ചെയ്യണം. സോ ടാജിന്റെ ആ റെനോവേഷൻ ചെയ്തത് നമ്മളാണ് ഒരു നോട്ട് എൻറ്റയർലി, ഒരു ഭൂരിപക്ഷം റെനോവേഷൻ ചെയ്തത് നമ്മളാണ്. അപ്പൊ ആ വ്യക്തിയാണ് ശരിക്കും വള്ളുവശ്ശേരി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാനുള്ളൊരു കാരണം. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. പക്ഷെ ഇതിൻ്റെ ഒരു ലഹരി അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ നമ്മൾ മാറിപ്പോകത്തുമില്ല. അതുപോലെ ഇന്ന് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. LLB കഴിഞ്ഞതിന് ശേഷം ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്ന് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കി ആ മേഖലയിൽ ഇന്ന് തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ്. കൊച്ചിക്കാർക്ക് നല്ല പരിചയമുള്ളൊരു പേരായിരിക്കും വള്ളുവശ്ശേരി എന്ന് പറയുന്ന ബ്രാൻഡ്. ഇന്ന് വള്ളുവശ്ശേരി ബിൽഡേഴ്സിന്റെ സാരഥി പോൾ ഫ്രാൻസിസ് ആണ് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാൻ വന്നിരിക്കുന്നത്. സ്വാഗതം പോൾ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം. കൊച്ചിക്കാരനാണെന്ന് അറിയാം. കൊച്ചിയിലെ എല്ലാവരും നിങ്ങളുടെ കുടുംബപ്പേര് കേൾക്കാതെ പോയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു പല മേഖലയിൽ വള്ളുവശ്ശേരി എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. പോളാണ് അവിടെ വ്യത്യസ്തമായിട്ടൊരു ബിൽഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്. പക്ഷെ അതിനേക്കാൾ മുന്നേ പഠിച്ചത് LLB ആണ്. എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് ഇവിടെ എറണാകുളത്ത് തന്നെ ന്യൂവാൽസ് കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിലാണ് ഞാൻ LLB ചെയ്തത്. പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? പേരൻസ് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. അവര് 84-85 ആ ടൈമിൽ പാസ് ഔട്ട് ആയ എഞ്ചിനീയേഴ്സ് ആണ്. ഫാദർ കുവൈറ്റിൽ വർക്ക് ചെയ്യാണ്, ഓയിൽ ഡ്രില്ലിംഗിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടല്ലേ? സിസ്റ്റർ ഉണ്ട്. 4 പേരടങ്ങുന്ന സന്തുഷ്ടമായ ഒരു കുടുംബം. പിന്നെ ഒരു അളിയനും ഉണ്ട്. 5 പേര്. അപ്പൊ ഈ LLB ആണ് പഠിച്ചെന്ന് പറഞ്ഞു. LLBയിൽ നിന്ന് പിന്നെ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ പോവാതെ ഒരു ബിസിനസ്സിലേക്ക് വരാം, ബിസിനസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? LLB കഴിഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ഈ VC ഫണ്ടിങ്, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിലായിരുന്നു ഞാൻ മെയിൻലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. നമുക്ക് ലോങ് അവേഴ്സ്, പിന്നെ ഏർലി മോർണിംഗ്സ്, അങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയ ഒരു ലൈഫിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോയിരുന്നു. നല്ല പൈസ ഉണ്ട്, എന്നാലും ഭയങ്കര ഹെക്റ്റിക് ആണ്. കോർപ്പറേറ്റ് ലൈഫ്, പ്രോപ്പർ കോർപ്പറേറ്റ് ലൈഫ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത് ഭയങ്കര ഹെക്റ്റിക് ആയി, ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഒത്തിരി കൂടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചാളൊരു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് തിരിച്ച് നമുക്ക് കോർപ്പറേറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഒരു ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് വന്നു. ആ നാട്ടിലേക്ക് എത്തി ഇവിടെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞ പോലെ കുവൈറ്റിലാണല്ലോ. അപ്പൊ പുള്ളി ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഹിസ്റ്റോറിക്കലി പുള്ളി ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ലാൻഡാണ്. പുള്ളി കൊച്ചിയിൽ പല ഭാഗത്തായിട്ട് ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. സാലറി കിട്ടുന്നത് കൊണ്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ ലാൻഡ് വാങ്ങിച്ചിടും. അതായിരുന്നു പുള്ളിയുടെ മെയിൻ ഒരു NRI ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. അതായിരുന്നു പുള്ളിയുടെ മെയിൻ. അപ്പൊ പുള്ളി ഇനീഷ്യലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ പണിത് അത് റെന്റിന് കൊടുക്കുക, കമ്പനീസ് റെന്റിന് കൊടുക്കുക, ഫാമിലീസിന് റെന്റിന് കൊടുക്കുക, അങ്ങനത്തെ ഒരു സൈഡിലൊരു ഇൻകം സോഴ്സ് ആയിരുന്നു പുള്ളിയുടെ. അമ്മ നോക്കി നടത്തുകയും ചെയ്യും. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇടയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങും. അതൊരു മെച്ചൂരിറ്റി എത്തുമ്പോൾ അവർ രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്ത് അടുത്തത് തുടങ്ങും. അങ്ങനെ ഒരു ഒത്തിരി സംരംഭങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കപ്പിളാണ് അവര്. ഇവരെ കണ്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പിന്നെ വള്ളുവശ്ശേരി ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയില് എന്റെ ഫാദറിന്റെ ഫാമിലി ഒഴിച്ച് ബാക്കി എല്ലാവരും ബിസിനസ്സുകാരാണ്. അപ്പൊ ഇങ്ങനെ ബിസിനസ് കണ്ടാണ് നമ്മൾ വളർന്നേക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ മാത്രം ബിസിനസ്സിനോട് പോകാൻ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. അത് എന്റെ പേരൻസ് വന്ന് ഓരോന്ന് നടത്തി അത് ആ ഒരു പേടി ടെൻഷനൊക്കെ മാറ്റിയെടുത്തു. പിന്നെ അങ്ങനെ ഇരിക്കെ എന്റെ ഫാദർ ഈ ലാൻഡ് ഉണ്ടായിരുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു റിട്ടേൺ വരട്ടെ, ലാൻഡായിട്ട് വിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ റിട്ടേൺ വരട്ടെ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ല പ്രോജക്റ്റ് പോലെ, വില്ല പ്രോജക്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ, ജസ്റ്റ് ഒരു വീടുകളുടെ ഒരു സമൂഹം എന്ന രീതിയിൽ ഒരു 7 വില്ല
പണിത് തുടങ്ങി. ഇത് നമ്മൾ ചെയ്തത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ മാറി കണ്ടനാടാണ് നമ്മൾ ചെയ്തത്. ഒരു 2017 ടൈമിലാണ് നമ്മളിത് ചെയ്തത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ, നേച്ചറായിട്ട് നമുക്ക് ഇഴങ്ങി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കണ്ടനാട്. ഞങ്ങളിങ്ങനെ ഈ കണ്ടനാടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചിന്തിക്കും, കൊച്ചി എറണാകുളം ജില്ലയിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടോ, എറണാകുളം ജില്ലയുടെ പരിധിയിൽ തന്നെ വരുന്നതാണോ നമ്മൾ ചിന്തിച്ചു പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയായിരുന്നു ഫസ്റ്റ് പ്രൊജക്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോജക്ട്. നമ്മുടെ ഒരു സ്ഥലം കിടന്ന അവിടെയാണ്. അതാണ് കറക്റ്റ്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് അവിടെ എത്തിയത്. അപ്പൊ ഈ വില്ല എന്ന് പറയുമ്പോ നിങ്ങള് വള്ളുവശ്ശേരി നിങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാ വലിയ ബിൽഡേഴ്സും വില്ല ചെയ്യുന്നവരും ടൗണിനുള്ളിൽ ഇപ്പം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇത്ര കിലോമീറ്റർ മാറി, അല്ലെങ്കിൽ ലുലു മാളിൽ നിന്ന് ഇത്ര കിലോമീറ്റർ മാറി, ഇൻഫോ പാർക്കിന്റെ ഇത്ര അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അവരുടെ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ആക്സസിബിലിറ്റി ആണ് നമ്മുടെ വർക്ക് സ്ഥലത്തേക്കും. പക്ഷെ അവിടെ നിന്ന് മാറി ടൗണിൽ നിന്ന് ഭയങ്കര ദൂരെ മാറിയിട്ടാണ് നമ്മളൊരു വില്ല അനൗൺസ് ചെയ്യുന്നത്. ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തോ? ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. എൻ്റെ ഫാദർ ആയിട്ട് ഞാൻ പറയല്ല, പക്ഷെ പുള്ളി വളരെ മുന്നോട്ട് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടനാട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഒന്നും വരാനൊരു പദ്ധതിയും അങ്ങനെ ഗവൺമെന്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കൊച്ചി വളരും, കൊച്ചിയിൽ ഇങ്ങനെ IT പാർക്സ് വരും, ഇവിടെയൊക്കെ ഒരു ആൾക്കാർ വന്ന് താമസിക്കും എന്നുള്ളൊരു കാര്യം പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജനറൽ ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, സിറ്റിയുടെ നടുക്ക് ഒരു വില്ല അല്ലെങ്കിൽ സിറ്റിയുടെ നടുക്ക് ഒരു അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ ഇന്ന് മിനിമം നമ്മളൊരു 2.5-3 crore സ്പെൻഡ് ചെയ്യണം. സാധാരണക്കാരന് ഇത് ഇമ്പോസിബിൾ ആണ്. അവർ ജീവിതത്തിൽ മൊത്തം പണിയെടുത്താലും ചിലപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഇത്രയും കൊണ്ട് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് മോസ്റ്റ് പീപ്പിളിന്. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ലാൻഡ് ബാങ്ക്സ് ഇരുന്നപ്പോൾ നമ്മൾ ആലോചിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് ഈ ലാൻഡിന്റെ കോസ്റ്റ് നമുക്ക് നേരെ കട്ട് ചെയ്യാം. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല പ്രകൃതിയോട് ഇണങ്ങി എന്നാൽ സിറ്റിനോട് അടുത്ത് ഓടി സിറ്റിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൂടാന്ന് ആലോചിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ടു ലാസ്റ്റ് സെയിൽ ഒരു വിത്തിൻ 2.5 years മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കൺസ്ട്രക്ഷൻ ലാസ്റ്റ് സെയിൽ ഉൾപ്പെടെ വിത്തിൻ 2.5 years എല്ലാം പോയി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത് ഏത് വർഷം നടക്കുന്നത്? ഇത് നടക്കുന്നത് നമ്മളൊരു ഞാൻ എന്റെ ജോലി ക്വിറ്റ് ചെയ്ത് വരുന്നത് 2017 സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ്. ഇതെല്ലാം കഴിഞ്ഞ ഒരു കോവിഡ് ആ സമയത്തൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് വില്ലയും കൂടെ പോയത്. ഓക്കെ. ഇപ്പൊ 2020 ഈ 2020 ഈ കണ്ടനാടേക്കൊക്കെ ആൾക്കാർ വന്ന് സ്ഥലം മേടിക്കാനൊക്കെ തയ്യാറായി വന്ന ഒരു കാലഘട്ടമാണ്. ഔട്ട്സ്കേർട്സ് വളർന്ന് അല്ലെങ്കിൽ ഔട്ട്സ്കേർട്സിലേക്ക് ആൾക്കാർ ലിവിങ് മാറ്റുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വന്നതുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. പോൾ ഇത്രയും നല്ലൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ബിസിനസ് കണ്ടിട്ടേ ഉള്ളൂ, ചെയ്ത് ശീലിച്ചിട്ടില്ല. ആ സമയത്ത് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്തായിരുന്നു? സ്ട്രഗിൾ എന്ന് പറയാൻ നമ്മൾ കാണുന്നത് പോലെ ഇരിക്കും. സ്ട്രഗിൾ എന്ന് പറയാൻ നമുക്ക് ബിസിനസ്സിൽ എവറി ഡേ ഇസ് എ സ്ട്രഗിൾ. ഓരോ ഒബ്സ്റ്റക്കിൾ, ഇപ്പം നമ്മുടെ വർക്കേഴ്സ് ആയാലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായാലും ഗവൺമെന്റ് ആയാലും നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെ ബീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ശക്തി. ഇപ്പം നമ്മൾ അവിടെ ഫേസ് ചെയ്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, അവിടെ നമ്മുടെ പ്രോപ്പർട്ടി വിട്ടിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് അതിന്റെ അപ്പുറത്തൊരു സർപ്പക്കാവുണ്ട്. ഓക്കെ, ആൻഡ് സർപ്പക്കാവ് ഒരു പ്രോബ്ലം ആണെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത് കണ്ടു വളരുന്നല്ലേ, കൊച്ചിയുടെ നടുക്കായാലും അയ്യപ്പങ്കാവ് എല്ലായിടത്തും സർപ്പക്കാവുകളും അങ്ങനത്തെ ഒരു അമ്പലമാണെങ്കിൽ അതിന്റെ സൈഡിൽ ഒരു സർപ്പക്കാവ് ഉണ്ടാവും. അപ്പൊ പൊതുവെ പക്ഷെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് തോട്ടാണുള്ളത്. സർപ്പക്കാവ്, അപ്പൊ അവിടെ സർപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റോങ് തോട്ടാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. സർപ്പദോഷം വരും, അങ്ങനത്തെയൊക്കെ ഒത്തിരി ചിന്തകളാണ്. അങ്ങനത്തെ തോട്ട് എനിക്കൊന്നു സർപ്പക്കാവ് ഉള്ളിടത്ത് നമുക്ക് മത്സ്യമാംസാദികള് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനത്തെ. അപ്പം അങ്ങനെ ഒത്തിരി ദോഷം വരും എന്നാണ് ആൾക്കാരുടെ മനസ്സിൽ. പക്ഷെ നാച്ചുറലി ഈ സർപ്പക്കാവുകൾ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അടുത്തുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഈ സർപ്പക്കാവ് ഉള്ളതുകൊണ്ട് അവിടെ നല്ലൊരു കൂൾ ബ്രീസ് എപ്പോഴും ഉണ്ടാവും. ബിക്കോസ് നല്ല ഗ്രീൻ ആയിട്ട് നല്ല ഫോറസ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചെടികളും ബ്രീസും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ വാട്ടർ ഒത്തിരി ഗ്രൗണ്ടിലേക്ക് പെർക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് നല്ല ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജും ഉള്ളൊരു ഏരിയ ആണ്. അപ്പം ഞാൻ പറയുന്ന എല്ലായിടത്തും സർപ്പക്കാവ് വെക്കണം എന്നാണ്. ഇങ്ങനൊരു ഡേഞ്ചർ ആൾക്കാർ പറയുമെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേടി ആൾക്കാരുടെ ഉള്ളിലുണ്ടെങ്കിലും ഇത് ഭയങ്കര അവിടെ ചുറ്റും താമസിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, നാച്ചുറൽ ഫീച്ചറാണ്. നമ്മുടെ പ്രോജക്റ്റിനും അത് ഭയങ്കര നല്ലൊരു ഫീച്ചറായി മാറി. ബിക്കോസ് നമുക്ക് ഒരു കുന്നിന്റെ മുകളിലാണ് ഏകദേശം ഈ പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ അവിടെ ജനറലി ഒരു വാട്ടർ
അവൈലബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർപ്പക്കാവും ഈ നമ്മളൊരു വലിയ കിണർ കുഴിച്ചതിലേക്ക് ഈ സർപ്പക്കാവിൽ നിന്ന് ഒഴുകുന്ന അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്ന വെള്ളം ചെല്ലുന്നതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ കണ്ണായ വെള്ളം നമുക്ക് കിട്ടി. സോ എല്ലാ ഒബ്സ്റ്റക്കിളിനെയും നമ്മൾ എങ്ങനെ പോസിറ്റീവായി കാണാം, എങ്ങനെ അതിനെ ബീറ്റ് ചെയ്യാം, മുന്നോട്ട് പോവാം എന്ന് ചിന്തിച്ചു വരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങും. പിന്നെ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ 4 പേര് വീണ്ടും അതെ അതെ, എല്ലാരും സ്ട്രോങ് ആയിട്ട് Strong ബിസിനസ്സിൽ ആയിട്ട്. ഇൻവോൾവ് ആണ്. ഇതാണ് നമ്മുടെ മേഖല. ഇനിയിപ്പോ തിരിച്ചു പോകണ്ട, ആ. ഇനി ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ആ പഠിച്ച ഫീൽഡിലേക്കല്ല, ഇത് ബിസിനസ് ആണ്, അത് ഈ ഒരു ബിൽഡിംഗ് ആണ്, കോൺട്രാക്ടിംഗ് വർക്ക് ആണ് നമ്മുടെ ലൈഫ്, മുന്നോട്ട് അതാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഇത് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഇത് മാനേജ് ചെയ്യാൻ ഡെയിലി അവിടെ പോവും എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെല്ലും, ഈ വർക്കൊക്കെ ഒന്ന് കാണും. അപ്പം ഞാൻ ഇത് തുടങ്ങണം, ബിസിനസ് അങ്ങനെയൊന്നും വിചാരിച്ചല്ല വന്നേക്കുന്നത്. വെറുതെ ഫാദർ ഇവിടെ ഇല്ല, ഫാദർ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പോയി മാനേജ് ചെയ്യണം. പണിക്കാരൊക്കെ അപ്പൻ അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്, അമ്മയാണ് മാനേജ് ചെയ്യുന്നത്. ആരെപ്പോൾ വേണമെങ്കിലും പറ്റിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഡെയിലി പോവും, പണിയൊക്കെ നോക്കും, പണിയൊക്കെ നടപ്പുണ്ടോ എന്ന് നോക്കും. കുറച്ച് പേരെ ഞാൻ പിരിച്ചു വിട്ടു, കുറച്ച് പേരെ എടുത്തു, കുറച്ച് എഫിഷ്യന്റ് ആക്കി. എന്ന് വെച്ചാൽ നമ്മൾ വരുന്നതും ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് സ്പേസിൽ നിന്നാണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ബിസിനസ് കുറച്ച് എഫിഷ്യന്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രോസസ്സ് കുറച്ച് എഫിഷ്യന്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഇത് കുറച്ച് എഫിഷ്യന്റ് ആയി നമുക്ക് നല്ല രീതിയിൽ സെയിലൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ഇരിക്കെ, ഇതിന്റെ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഒരു കസ്റ്റമർ ഇത് വന്ന് കണ്ടു. അപ്പൊ പുള്ളി ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് ഓക്കെ, മേ ബി എനിക്ക് ഇവിടുത്തെ വില്ല വേണ്ട, എനിക്ക് ഇതുപോലെ തന്നെ ഈ ഡിസൈനിൽ നമ്മൾ കുറച്ച് കണ്ടംപററി ആയിട്ടൊക്കെയാണ് ഡിസൈൻ ചെയ്തത്. ഈ ഡിസൈനിൽ ഇതിന്റെ അടുത്ത് തന്നെ പുള്ളി ഒരു സ്ഥലം കണ്ടിട്ട് ഇവിടെ എനിക്കൊരു വീട് വെച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വില്ല പ്രൊജക്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആദ്യം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോൺട്രാക്ടിങ് ബിസിനസ്സിലേക്ക് മാറുന്നത് നമ്മൾ അങ്ങനെയാണ്. പിന്നെ അതായി നമ്മുടെ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, അപ്പൊ ആ വ്യക്തിയാണ് ശരിക്കും വള്ളുവശ്ശേരി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കാരണം. അതെ, പുള്ളിയാണ് നമ്മുടെ ഷിജു എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ ഈ ഒരു ഗ്രോത്തിനും ഈ ഒരു ചുവട് നമ്മൾ എടുത്തു വെക്കാൻ തന്നെ പുള്ളിയാണ് നമ്മുടെ ഒരു മെയിൻ കാരണക്കാരൻ. പുള്ളി വന്ന് ചെയ്ത റിക്വസ്റ്റിലാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പിവറ്റ് ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്ന് എത്ര പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ നിയർലി ഒരു 100 പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ ഒരു 1 lakh square feet റെസിഡൻസസ്, കമേഴ്ഷ്യൽ സ്പേസസ് ആൻഡ് ഇന്റീരിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിപ്പോ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ സിവിൽ ആണോ ഇന്റീരിയർ ആണോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മളൊരു ടേൺ കീ ഫുൾ റെസിഡൻഷ്യൽ, കംപ്ലീറ്റ് റെസിഡൻഷ്യൽ സർവീസസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ. അല്ലെങ്കിൽ ഒരു ഫുൾ ഫോം കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഫ്രം അവരുടെ ലാൻഡ് അസസ് ചെയ്ത് അതിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ വരച്ച് ആ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ടേൺ കീ ചെയ്ത് കൈ കൊടുക്കും. അതിൻ്റെ ഇന്റീരിയേഴ്സും ചെയ്ത് ടേൺ കീ ചെയ്ത് കൈ കൊടുക്കും. കംപ്ലീറ്റ് എന്ത് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻ വേണമെങ്കിലും നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. മറ്റേ രാവിലെ ഉടുപ്പിട്ട് പാലുകാച്ചലിന് വന്നാൽ മാത്രം മതി. രാവിലെ ഉടുപ്പിട്ട് അവര് നമുക്ക് വീട് തരിക, പിന്നെ പാലുകാച്ചലിന് വന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖല, ആളുകൾക്ക് പലപ്പോഴും ഇപ്പം NRIs അവിടെ ഇരുന്നിട്ടായിരിക്കും ഫണ്ട് അയച്ചു തരുന്നത്. ഇപ്പൊ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മൾ തുടങ്ങാൻ കാരണം മെയിൻലി ഇത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇത് ചെയ്യുക. അപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഇവിടെ ഇല്ല, അമ്മയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ വന്ന് അമ്മേനെ പറ്റിക്കാൻ നോക്കും, പിന്നെ അമ്മ അവരായിട്ട് കലിപ്പാവും, അങ്ങനത്തെ ഒരു. അപ്പൊ നമ്മുടെ മെയിൻ എയിം വാസ് ഓൾസോ ടു ക്രിയേറ്റ് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ക്വിക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ്, പിന്നെ കുറച്ച് ഇൻഡസ്ട്രീസ്, കുറച്ച് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്ത് കസ്റ്റമറിന് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൈ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഗോൾ. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ബേസ് എടുത്തു നോക്കിയാലും ഉള്ളത് തന്നെ ഇവിടുത്തെ IT പ്രൊഫഷണൽസ് ഉണ്ട്, ഓൺകോളജിസ്റ്റ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, പിന്നെ അപ് ടു ഒരു 20 to 30% നമ്മുടെ NRIs ആണ്. അപ്പം ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ട് ഒരാൾ ചെയ്യണം. പിന്നെ അത് കൂടാതെ ഇവരെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ടൈമിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒറ്റ പ്രോജക്റ്റും നമ്മുടെ കാരണം കൊണ്ട് ഒരിക്കലും ഡിലേ ആയിട്ട്, ഇപ്പൊ കസ്റ്റമറിന് ചിലപ്പോൾ വല്ല ചേഞ്ച് അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു ഓവർ ടൈം ഇത് ചിലപ്പോൾ എക്സ്ട്രാ ടൈം എടുത്തുന്നു വരാം. അല്ലാതെ not one of our project has gone above and beyond what we have promised to the client. ആ ഒരു ഇത് നമ്മൾ ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. ഓക്കെ, അതായിരിക്കും മേ ബി നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് തരുന്ന ഒരു ഫാക്ടറും. അതെ. ഇത്രയും വർക്കൊക്കെ ചെയ്തു, ഈ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വർക്കൊക്കെ ചെയ്തു, ഇതില് ഏറ്റവും ഫേവറേറ്റ് തോന്നിയ, അല്ലെങ്കിൽ നമുക്കൊരു
ലൈഫിലെ ഒരു ഇതായിരുന്നു നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഏതായിരുന്നു? നമുക്ക് നമ്മുടെ മെയിൻ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഒരു നമ്മുടെ ഇത്രയും നാള് ആദ്യത്തെ ഒരു ഇനീഷ്യൽ 5-6 ഇയേഴ്സിൽ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് തന്നെ ഇല്ല. നമുക്ക് ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് മോസ്റ്റ് ബിസിനസ്സസ് വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യണം, അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്കിത് എന്തുകൊണ്ട് എല്ലായിടത്തും എത്തിച്ചൂടാ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊന്ന് മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പം നമുക്കൊരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഫറലിലൂടെ നമുക്ക് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലില്ലേ, അതിന്റെ ഒരു റൂഫിങ്ങിന്റെ വർക്ക് വന്നു. അപ്പൊ ആ റൂഫിങ്ങിന്റെ വർക്ക് നമ്മൾ ചെയ്തു. ആ ഒരു കോൺഫിഡൻസിൽ അവർ നമുക്ക് അതിന്റെ സിവിൽ റെനോവേഷൻ തന്നു. അപ്പൊ അതിന്റെ സിവിൽ റെനോവേഷൻ എക്സിക്യൂട്ട് ചെയ്തത് നമ്മളാണ്. ടാജിന്റെ ആ റെനോവേഷൻ ചെയ്തത് നമ്മളാണ് ഒരു നോട്ട് എൻറ്റയർലി, ഒരു ഭൂരിപക്ഷം റെനോവേഷൻ ചെയ്തത് നമ്മളാണ്. സോ ദാറ്റ് വാസ് ഒരു വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഒരു വെരി ടേണിംഗ് പോയിന്റ് പ്രോജക്റ്റ് ആയിരുന്നു. നമുക്കത് നമുക്കിങ്ങനെ പ്രൗഡ്ലി കാണിക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റ്, വലിയൊരു ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതെ. ഓക്കെ, ഈ ഒരു സെഗ്മെന്റിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയേക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ബിൽഡർ ആവുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരുന്നവർക്ക് ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഒരു ഫീൽഡിലെ ന്യൂ കമർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ കൈ തെളിഞ്ഞു എന്ന് പറയാം. പോളിന് എന്താ അവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട്? ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞാൽ നമ്മള് ഓവർ പ്രോമിസ് ചെയ്യരുത്. നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം കസ്റ്റമറായിട്ട്. ഓൾവേസ് ടെൽ ദ കസ്റ്റമർ നമ്മുടെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയുടെ ലിമിറ്റേഷൻസ്, അവരുടെ ലാൻഡിന്റെ ലിമിറ്റേഷൻസ് എല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അണ്ടർ സെൽ ആൻഡ് ഓവർ പെർഫോം, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറയാം, ബട്ട് നമ്മൾ പറയുന്ന ടൈമിന് മുന്നേ തീർത്തു കൊടുക്കാൻ നോക്കുക, നമ്മൾ പറയുന്നതിലും കൂടുതൽ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പൊ കസ്റ്റമറിനും ഒരു എക്സൈറ്റ്മെന്റ് ആണ്, വാവ് ഫീൽ ആണ്. ബിക്കോസ് അവര് വരുമ്പോൾ അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഇന്ന കാര്യങ്ങൾ, ബട്ട് വി ആർ ഏബിൾ ടു ഓഫർ മച്ച് മോർ ദൻ വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് വിത്തിൻ ടൈം. അപ്പൊ അത് അങ്ങനെ ഒരു പോളിസി നമ്മൾ ഫോളോ ചെയ്ത ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് യു കെൻ ഗോ മൈൽസ് അഹെഡ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി. അതെ, ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയാണ്. യെസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊജക്ട് കണ്ടനാടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഈ സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് ആണ് വരുന്നത്. ഇപ്പൊ ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സിറ്റിയിൽ ജീവിക്കാനാണോ അതോ ഈ ഔട്ട്സ്കേർട്സിൽ ജീവിക്കാനാണോ? ഇപ്പൊ നമ്മുടെ പ്രോജക്ട്സ് വരുന്നത് തിരുവാണിയൂർ, പട്ടിമറ്റം, കണ്ടനാട് അങ്ങനത്തെ ഏരിയാസിലാണ്. ആൾക്കാർ ആഗ്രഹിക്കുന്നത്, നമുക്ക് 2 സെഗ്മെന്റ് ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ സിറ്റിയുടെ ഉള്ളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ ലാൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊച്ചിയിൽ ഇറ്റ് ഇസ് നോട്ട് ഒരു ഈസി ടാസ്ക്. ഇപ്പൊ പനമ്പിളിനാറിൽ 60-80 ലക്ഷം വരെ ഒരു സെന്റിന് ആൾക്കാർ പറയുന്നുണ്ട്. ഒരു സെന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൈസ് നിൽക്കെ എങ്ങനെ ഒരാള്, ഒരു സിമ്പിൾ IT ജോലിക്കാരൻ എങ്ങനെ ഇവിടെ വന്ന് ഒരു വീട് വെക്കും? സോ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേ ബി ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ജയന്റിന് വന്ന് ഇവിടുത്തെ ലാൻഡ് എടുത്ത് ബിൽഡിങ്സ് ഒക്കെ വെച്ച് അവരുടെ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സിനെക്കാളും അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് വേണം, ഒരു മിറ്റം വേണം, അവിടെ ഒരു തെങ്ങ് വെക്കണം, ഒരു മാവ് വെക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ഒരു ഇച്ചിരി കരിവേപ്പില, ഒരു തക്കാളി അതെങ്കിലും വെക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മലയാളികൾ. അപ്പൊ അങ്ങനെ അതും സിറ്റിനോട് അടുത്ത് അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് ആക്സസ്, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നമുക്ക് ഒരു ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ കേരള ഗവൺമെന്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1-3 lakhs ആൾക്കാർ ഈ ഇൻഫോ പാർക്കിന്റെ 3 ഫേസും വന്നു കഴിയുമ്പോൾ ആൾക്കാർ മൂവ് ഇൻ ചെയ്യും എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ. ഈ 1-3 lakh ആൾക്കാരിൽ നമ്മളാകെ 7 വീടോ അല്ലെങ്കിൽ ഒരു 100 വീടോ ഒക്കെ വിൽക്കുന്നത്. അപ്പം ആ ഒരു ഇതാണ് ആ ഒരു മാർക്കറ്റേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ അവർക്ക് ആക്സസ് ടു ഇൻഫോ പാർക്ക്, അവർക്ക് ആക്സസ് ടു ദെയർ ഹോം ടൗൺ, ആക്സസ് ടു എയർപോർട്ട്, അതൊക്കെയാണ് അവരുടെ ചിന്ത, വിത്ത് ഒരു റീസണബിൾ പ്രൈസ്. അപ്പൊ ഈ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലുള്ള റീസണബിൾ ആയിട്ട് കിട്ടുന്ന ലാൻഡിൽ വില്ലാസ് പണിത് കൊടുത്താൽ ഒത്തിരി പേര് ഡിമാൻഡിനും ഉണ്ട്, ഒത്തിരി പേര് അത് എടുക്കാനും ഉണ്ട്. നമുക്ക് കൂടുതൽ IT ക്രൗഡ് ആണോ വരുന്നത്? നമുക്കൊരു ലാർജ് പാർട്ട് ഓഫ് അവർ ക്ലയന്റൽ ഈസ് മെയിൻലി IT, ബിക്കോസ് കൊച്ചിയിൽ ITയുടെ ഒരു മേജർ ഒരു മേജർ ഭൂരിപക്ഷവും IT എംപ്ലോയീസ് ആണ് കൊച്ചിയുടെ ഈ കാക്കനാടും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലയന്റൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി പ്രൊഫഷണൽ സർവീസസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ലോയേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. പിന്നെ ഒരു
20-25% ഇത് NRIs ഉണ്ട്. അപ്പോൾ NRIസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അവർക്കും ഒരു ട്രസ്റ്റബിൾ സർവീസ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു പ്രൊജക്ട്, ഒരു വില്ല പ്രൊജക്ട് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൈസ് റേഞ്ചിലാണ് സെല് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് തിരുവാണിയൂരും പട്ടിമറ്റവും ഉള്ള പ്രോജക്ട്സ്, നമ്മളിപ്പോൾ തിരുവാണിയൂർ പ്രോജക്റ്റ് നടന്ന് ഒരു ഹാഫ് വേ ആയി, അവിടെ ഒരു റെസിഡൻ്റ് ഒക്കെ വന്നു തുടങ്ങി. അവിടെ നമ്മൾ സെല് ചെയ്യുന്ന അറൗണ്ട് ഒരു 69 to ഒരു 75-80 ആ റേഞ്ചിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അത് 69 വില്ല ഇൻക്ലൂഡിങ് ഇന്റീരിയേഴ്സ് നമുക്കൊരു 80 താഴെ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രൈസ് പോയിന്റ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കസ്റ്റമേഴ്സിന്. അപ്പൊ തിരുവാണിയൂർ അതാണ്. നമ്മൾ പട്ടിമറ്റത്ത് വരുമ്പോൾ പട്ടിമറ്റം കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസിലാണ്ട് നമുക്ക് ഇനിയും ലാൻഡ് കോസ്റ്റ് കട്ട് ചെയ്ത് ഒരു അറൗണ്ട് ഒരു 65 ആ റേഞ്ചിന് വില്ലാസും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ ഇപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം, ഒരു IT ക്രൗഡ് വരുമ്പോൾ അവർക്കൊരു സാലറി ഉണ്ടാകും, അവർക്കൊരു സിവിൽ സ്കോർ ഉണ്ടാകും, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ലോൺ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ടൗണിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ പല അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഫ്ലാറ്റിന്റെ ആണെങ്കിലും പരസ്യം കാണുമ്പോൾ 1 CR മുകളിലുള്ള ഫ്ലാറ്റ്സേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ചിലപ്പോൾ 1 CR താഴെ ആയിരിക്കും. പക്ഷെ രജിസ്ട്രേഷൻ കോസ്റ്റും എല്ലാം കൂടെയും വരുമ്പോൾ ഈ പറയുന്ന 1.2-1.5 എത്തിക്കഴിഞ്ഞു. അപ്പൊ അത്രയും എമൗണ്ട് ഈ പറയുന്ന IT ക്രൗഡിന് അഫോർഡബിൾ അല്ല. അപ്പൊ അവർക്ക് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിക്കും? ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് മെയിൻലി സിറ്റിയിൽ നിന്ന്, ഈ സിറ്റിയുടെ ലാൻഡ് പ്രൈസസ് കാരണമാണ് നമ്മൾ മെയിൻലി സിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമ്മുടെ ഒരു ബ്രാൻഡും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് എന്നാലും സിറ്റിയിലേക്ക് ആക്സസ് ഉള്ള ഏരിയാസിൽ വില്ല പ്രോജക്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ IT ക്രൗഡ്സിന്, ഇവിടുത്തെ IT ക്രൗഡിന് സാലറിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോണിൽ, അതായത് ഒരു വീട് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തീർന്നു പോരുത് അല്ലേ. അവിടെ അവർക്കൊരു ഫാമിലി സെറ്റപ്പ് ചെയ്യണം, അവിടെ കുറേ മെമ്മറീസ് ഉണ്ടാക്കണം, കുട്ടികൾ അവിടെ വളരണം, അവരുടെ പേരൻസിനെ അവിടെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഡ്രീം ഉള്ളവരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വന്ന് ജീവിക്കണമെങ്കിൽ അവരുടെ സാലറിയുടെ ഒരു പോർഷൻ മാത്രമേ ഈ ലോണിലേക്ക് പോകാൻ പാടുള്ളൂ. മുഴുവൻ ഒരിക്കലും പോകാൻ പാടില്ല. പിന്നെ അവർക്ക് അവിടെ ഒരു മാസം ജീവിച്ചു തീർക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ ഹോംസ് ആണിത്. അതായത് ഈ ലോൺസ്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺസ് അവരുടെ സാലറി കൊണ്ട് അവർക്ക് അടച്ചു തീർത്ത് ഇവിടെ ഹാപ്പി ആയിട്ട് അവരുടെ ഫാമിലീസിനൊപ്പം ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഇവർക്ക് ഈ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും? കാരണം ഇപ്പൊ പലപ്പോഴും റേറ്റ് കുറയുക എന്ന് പറയുന്ന ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. റേറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റിക്ക് എന്തോ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, സിമെന്റ് കുറച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, മണല് കുറച്ചായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മറ്റേ ആണി അടിച്ചാൽ അപ്പുറം എത്തും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ. നമ്മൾ ഈ ഒരു റേറ്റ് കുറയ്ക്കുന്നതിന്റെ ഏറ്റവും വലിയ അനുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ലാൻഡ് കോസ്റ്റ് കുറയുന്നത് മാത്രമാണോ? ഇപ്പം നമുക്ക് ഈ റേറ്റ്സിന് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ മെയിൻലി ലാൻഡ് ബാങ്ക് നിൽക്കുന്നതുകൊണ്ടാണ്. ലാൻഡ് ബാങ്കിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാൻഡ് ബാങ്ക്സിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത്, പിന്നെ എല്ലാം നമ്മുടെ ഫുൾ ഇൻഹൗസ് ടീംസാണ്. നമുക്ക് കോൺട്രാക്ടേഴ്സ്, എക്സ്റ്റേണൽ കോൺട്രാക്ടേഴ്സ്, എക്സ്റ്റേണൽ ആരും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ടീമാണ് മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ചെക്സ് എല്ലാം ഇന്റേണലി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ. നിങ്ങളതൊരു ഫാമിലി ബിസിനസ് ആണ്. അപ്പ, അമ്മ, സിസ്റ്റർ, ബ്രദർ ഇൻ ലോ, പോള്. ഈ ഫാമിലി ബിസിനസിന്റെ ഒരു സുഖം എങ്ങനെയുണ്ട്? ഫാമിലി ബിസിനസിന്റെ സുഖം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര റോസി ആയിരിക്കുമല്ലോ, എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മള് കുറെ ഡിസഗ്രീമെന്റ്സും കുറെ ഇതും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി കുറെ ഡിസഗ്രീമെന്റ്സും കുറെ ചെറിയ പുള്ളും പുഷും ഒക്കെ ഉണ്ടാവും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ഓൾ യുണൈറ്റഡ്. നമ്മുടെ മിഷൻ ഇതാണ്: ഗുഡ് ക്വാളിറ്റി ഹോംസ്. കോൺട്രാക്ടിങ് ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും ഗുഡ് ക്വാളിറ്റി ഹോംസ് നമ്മുടെ കസ്റ്റമറിന് എത്തിക്കുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും കോമൺ മിഷൻ. സോ ആ കോമൺ ഒബ്ജക്റ്റീവ് നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ബിസിനസ് വി ആർ ത്രൈവിംഗ് ടുഗദർ. ആ ബിസിനസ്സും അങ്ങനെ തന്നെ പോകുന്നു നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ യൂണിറ്റി എന്ന് പറയുന്നത്, നിങ്ങളെ ആ താഴ്മേശയിലിരിക്കുന്ന യൂണിറ്റി നമ്മുടെ വീട് പണിയിലും കാണാമെന്നല്ലേ? അതെ ഡെഫിനറ്റ്ലി. നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. ഇപ്പൊ ഈ മലയാളികളുടെ ഇഷ്ടങ്ങൾ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മോഡേൺ, കണ്ടംപററി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രകൃതിയോട് ഇണങ്ങിയുള്ള രീതികൾ. അപ്പൊ ഒരു കാലഘട്ടം വരെ 2 നല്ല വീട് വെക്കും, മുകളിലത്തെ നല്ല താഴത്തിലായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പത്തെ ക്രൗഡ് പറയുന്നു ഞങ്ങൾക്ക് ഒറ്റ നല്ല വീട് മതി, ഒരു മുറി നോക്കി എല്ലാം കാണാൻ പറ്റണം. അപ്പൊ ഈ തരത്തിലുള്ള ടേസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ട്രെൻഡ് എന്താണ്? ഈ നമ്മുടെ കൺസ്ട്രക്ഷനിലെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ കണ്ടുവന്നത്, ഞാനൊക്കെ ചെറുപ്പമായിരുന്നു, ഇപ്പൊ എന്റെ ഫാദർക്ക് ഫസ്റ്റ് വീട് ഞങ്ങളുടെ
ഞങ്ങളുടെ കടവന്ത്രയിൽ വെക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് കയറി താമസിക്കാൻ ഒരു സ്ഥലം വേണം, കോൺക്രീറ്റ് ആയിരിക്കണം, നമുക്ക് 4 പേർക്കും കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാൻ പറ്റണം. അപ്പോൾ 2 നില അല്ലെങ്കിൽ 1 നില അല്ലെങ്കിൽ 2 നില അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഒരു ഷെൽട്ടർ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ഒരു 80s 90s വരെയൊക്കെ. അല്ലെങ്കിൽ വലിയ വീടുകളൊക്കെ വെക്കുന്നത് ഭയങ്കര വലിയ ബിസിനസ്സുകാർ അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനത്തെ വീട് വെക്കുന്നത്. പക്ഷെ ഇപ്പോൾ 2000s 2010s ഈ ഒരു ട്രെൻഡ് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ ഒത്തിരി എസ്തെറ്റിക്സ്, പിന്നെ വായുവിന്റെ ചലനം, സൺലൈറ്റ്, ഈ താഴെയും മുകളിലും തമ്മിലുള്ള കണക്ഷൻ. ഇപ്പൊ 3 നില വീടുകളിൽ ആൾക്കാർ വെക്കുമ്പോൾ താഴെ നിന്നാലും മുകളിൽ മിണ്ടണം, അവർക്ക് മക്കള് മുകളിലായിരിക്കും, പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അപ്പൊ ആൾക്കാർക്ക് എല്ലാ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലും എന്ത് രീതിയിലും വീട് പണിത് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് പ്രൊവൈഡറിനെ ഇന്ന് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ആ എസ്തെറ്റിക്സ് ഇപ്പം പണ്ട് ഒരു ബോക്സ് ആയിരിക്കും, ഒരു കോൺക്രീറ്റ് വീടായിരിക്കും, പക്ഷെ അന്ന പറഞ്ഞ പോലെ ഒരു കണ്ടംപററി ഡിസൈൻ വിത്ത് കുറച്ച് ട്രഡീഷണൽ എലമെന്റ്സ്, അതിലിങ്ങനെ നല്ല സൂര്യപ്രകാശം വരണം, മോളിൽ നിന്ന് ഹോട്ട് എയർ കയറി മോളിൽ കൂടെ പോകണം, തണുത്ത കാറ്റ് അകത്ത് വരണം, അങ്ങനെയൊക്കെ ഒത്തിരി ഇത് സ്റ്റഡി ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് മലയാളികൾ. ദേ ആർ വെരി എഡ്യൂക്കേറ്റഡ് അബൌട്ട് ബിൽഡിംഗ് ഹൗസ്. നമ്മുടെ അടുത്ത് ഒരു മനുഷ്യനും ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ആരെയും പറ്റിക്കാൻ പറ്റില്ല, ബിക്കോസ് അത്ര എഡ്യൂക്കേറ്റഡ് കൺസ്യൂമേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും സെല് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബി ഓൺ പാർ വിത്ത് ദം. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണം, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ നമുക്ക് എസ്തെറ്റിക്സും ഈ വായുചലനവും സൂര്യപ്രകാശവും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ മാർബിള് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, പിന്നെ നമ്മൾ കുറച്ചുകൂടെ കാശ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മളത് ടൈൽസ്, അത് നമ്മുടെ കൺവീനിയന്റും വീടിന്റെ ഭംഗിയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലെ ഈ റെഡ് ഓക്സൈഡിന്റെ ഒക്കെ വേറെ വേറെ ഇത് ഭയങ്കര എസ്തെറ്റിക്കൽ രീതിയിൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഴമയിലേക്ക് ആൾക്കാരുടെ തിരിച്ചുപോക്ക് എത്രത്തോളം ഇപ്പോ ട്രെൻഡ് മാറി വരുന്നുണ്ട്? നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് കുറെ കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി, അതായത് റെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ ബ്ലൂ ഓക്സൈഡ്, എന്ത് ഓക്സൈഡ് ആണെങ്കിലും അതൊക്കെ എന്ന് വെച്ചാൽ അത് പണ്ട് പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. പഴയ വീടുകളൊക്കെ കണ്ടാൽ നമുക്ക് തറ പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ പണ്ട് മൊസൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് ജനറലി മനസ്സിലായി വരുന്നത് എന്താ, ഓൾഡ് ഇസ് ഗോൾഡ് എന്നുള്ളൊരു നമ്മൾ പറയില്ലേ, പഴയ ഡിസൈൻസ് എന്തുകൊണ്ട് നമ്മൾ ഇത് ഔട്ട്ഡേറ്റഡ് ആക്കി, ഓൾ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ഇത്ര ഭംഗിയുള്ള വീടുകൾ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല, ബിക്കോസ് നമ്മൾ ട്രഡീഷണലി പണിതുകൊണ്ടിരുന്ന കുറെ എലമെന്റ്സ് ഇവിടുത്തെ നേച്ചറും അതിനോടൊക്കെ ഇണങ്ങിയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ അത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ കൂൾനെസ് കിട്ടാനാണ് ആൾക്കാർ ഇപ്പോഴും ആ ഓക്സൈഡ്, പിന്നെ അതിന്റെ ഒരു ഭംഗി, അതുകൊണ്ടാണ് ആൾക്കാർ തിരിച്ച് ഈ ട്രഡീഷണൽ എലമെന്റ്സിലേക്കൊക്കെ പോകുന്നത്. വിട്രിഫൈഡ് ഫ്ലോറിംഗ് ആണ് ഇപ്പൊ മെജോറിറ്റി ആൾക്കാർ ഇപ്പോഴും ഇടുന്നത് തന്നെ. അത് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു കുറെ നാളുണ്ടാവും, ബിക്കോസ് ഇൻഡസ്ട്രിയൽ സ്കെയിലാണ് അവർ പണിയുന്നത്, മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അതിന്റെ കോസ്റ്റിംഗ് അതുകൊണ്ട് കുറഞ്ഞു നിൽക്കും. ഈ ട്രഡീഷണൽ എലമെന്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കോസ്റ്റ് ഒക്കെ ഇത്തിരി കൊടുക്കും, ബിക്കോസ് അതിന് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എൻഗേജ് ചെയ്യണം ഈ ഓക്സൈഡും മൊസൈക്ക് ഒക്കെ ചെയ്യാനായിട്ട്. നമ്മൾ റീസെന്റ് ഒരു വീട് കംപ്ലീറ്റ് ചെയ്താൽ അവരുടെ കിച്ചൺ മൊത്തം വാൾ ഓക്സൈഡ് അല്ല മൊസൈക്ക് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെ അതിനുവേണ്ടി ക്രാഫ്റ്റ്സ്മെനെ നമ്മൾ കൊണ്ടുവന്ന് ചെയ്യിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റൂ. റെഡ് ഓക്സൈഡും ഗ്രീൻ ഓക്സൈഡും ഒക്കെ ഇടണമെങ്കിൽ റേറ്റ് കൂടുതലാണ്. റേറ്റ് ഒരു സമയത്ത് കൂടുതലായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പൊ അതൊരു നമ്മുടെ നോർമൽ ഫ്ലോറിങ്ങിന്റെ അറ്റ് പാർ ഓർ സ്ലൈറ്റ്ലി ഹൈ ഓർ സ്ലൈറ്റ്ലി ലോയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഇത് ഒരിക്കലും പൊടിഞ്ഞു പോകാത്തുള്ള രീതിയിൽ വേണം ചെയ്യാൻ, നമ്മൾ ക്വാളിറ്റിയോടെ ചെയ്യണം. സോ ക്വാളിറ്റി ഇല്ലാണ്ട് ചെയ്താൽ പഴയ പോലെ ഇത് ചെയ്തിട്ട് ഇത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു. അപ്പൊ നമ്മൾ അഗൈൻ നമ്മൾ കോസ്റ്റ് നോക്കാതിരിക്കരുത്, പക്ഷെ എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഓർണമെന്റൽ എലമെന്റ് ആയി ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ അതൊക്കെ ഒന്ന് ഒരു ആ ഭംഗിക്കും ആ ക്വാളിറ്റിക്കും വേണ്ടി വി ഷുഡ് സ്പെൻഡ് മണി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതെനിക്ക് നല്ലൊരു, കാരണം എൻ്റെയൊക്കെ ധാരണയിൽ ഈ ഭയങ്കര റേറ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന വീടുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കും റെഡ് ഓക്സൈഡ്. അപ്പൊ നമുക്ക് കോസ്റ്റ് കുറെ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജാളി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ ധാരണ ഉണ്ട്. കാരണം പണ്ടത്തെ നമ്മുടെ വീടുകളെയാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ പണ്ടത്തെ എന്റെ വീട് ഓടിട്ട വീട് താഴെ റെഡ് ഓക്സൈഡ് ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗ്രീൻ ഓക്സൈഡ് ആയിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതെന്താ എല്ലാ വീടും ടൈലിട്ടേക്കുമ്പോ, പക്ഷെ ഇപ്പൊ വീണ്ടും അത് ട്രെൻഡ് ആയിട്ട് പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ കുറെ അപ്ഡേഷൻസ് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? ഇപ്പൊ നമ്മള് 4 പേരും 5 പേരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇതാണ്.
ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കോൺസ്റ്റന്റ്ലി ലേണിംഗ് എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഡിസൈൻ വൈസ് ആയാലും എന്താണെന്ന് ഫുൾ ടൈം നമ്മൾ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്താണ് ആർക്കിടെക്ചർ, എന്താണ് ഡിസൈനിൽ പുതിയതായിട്ട് വരുന്നത്, എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ്ലി ഓൺ ദി ലുക്ക് ഔട്ട് ആണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, ഈ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോഴെങ്കിലും ബിൽഡിങ്ങിനെ കുറിച്ച് പറയാണ്ടിരിക്കുമെന്ന് എന്ന് വെച്ചാൽ എവിടെ പോയാലും ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഈ വര കൊള്ളാം, ആ കല്ല് കൊള്ളാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഫുൾ ടൈം ഈ കോൺവെർസേഷൻ ആണ്. സോ അപ്പം അങ്ങനെ ഡിസൈൻ വൈസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അത് കൂടാതെ ടെക്നോളജിയിൽ ഇപ്പൊ കൺസ്ട്രക്ഷനിൽ ഭയങ്കര ലീപ്സ്. ആകെ ഈ ഒരു ഇൻഡസ്ട്രി ആയിരിക്കാം കുറെ വർഷങ്ങളായിട്ട് വലിയ മാറ്റങ്ങൾ നടക്കാത്തൊരു ഇൻഡസ്ട്രി. പക്ഷെ ഇപ്പൊ ടെക്നോളജിക്കലി ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇത് റെഗുലർ വർക്ക്ഷോപ്സ്, റെഗുലർ എന്താ പറയാ എക്സിബിഷൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇന്ത്യയിൽ നടപ്പുണ്ട്. അപ്പൊ ഇന്ത്യയിലും ടെക്നോളജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അപ്ഡേറ്റഡ് ആയി തുടങ്ങി. ഇപ്പൊ അപ്പാർട്ട്മെന്റ്സ് പണിയാണെങ്കിൽ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ ബിൽഡേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോമേറ്റഡ് ഹൗസസ് എല്ലാ വീട്ടിലും ഇപ്പോൾ ഒരു ഫീച്ചറായി തുടങ്ങി. അപ്പം നമ്മുടെ വില്ലയിലും ഇതൊരു ഫീച്ചറായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോളാർ കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ ആൾക്കാർ സോളാർ എടുക്കുന്നുണ്ട്. സോ ഓൾ ദിസ് ഇസ് ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീനെ റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്കിനി പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ ഇപ്പം എന്നോട് പോളിന് പറഞ്ഞു, പോളിന്റെ അപ്പയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു നാട്ടിലെ ലാൻഡ് ബാങ്കുകൾ. ആ ലാൻഡായിട്ട് വിൽക്കുന്നതിന് പകരം കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് വിൽക്കുമ്പോൾ അതിന്റെ വാല്യൂ കൂടുകയാണ്. ഇപ്പൊ പലപ്പോഴും ഈ NRIs ഇതുപോലെ ഒരുപാട് ലാൻഡ് നാട്ടിൽ മേടിച്ചിടുന്നുണ്ട്. ഇവരിത് കടമുറിയായിട്ടും അല്ലെങ്കിൽ വീടായിട്ടും ഒക്കെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. അത് എത്രത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് വർത്താണ്? ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ വരുമ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോ ബേണർ ആണ്. ഓക്കെ, നമുക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇത് ഒരു ടാഞ്ചിബിൾ അസറ്റ് ആണ്. നമ്മൾ വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും, ഇപ്പം നമ്മൾ ഷെയർസിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനോ തൊടാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇത് ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ റെക്കോർഡ് ഉണ്ട്. അതിന്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ്സ് എടുക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞാൽ കുറഞ്ഞ ആൾ താഴെയാവും, പക്ഷെ പിന്നെ ഇത് കയറുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്നും ഈ സാധനം ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു NRI, ഒരു എംപ്ലോയി ഓഫ് എ കമ്പനി, ഓക്കെ, ഇപ്പൊ ഇന്നൊരു ലാൻഡ് വാങ്ങിച്ചിട്ടു. ഓക്കെ, ഇത് നമ്മൾ ഒരു 10 years കഴിയുമ്പോൾ ഇതിന്റെ പ്രൈസ് ഇത് തന്നെ ആയിരിക്കില്ല. ഇതൊരു സ്ലോ ബേണർ ആണ്. ടൈം എടുക്കും ഇതിന്റെ വാല്യൂ കൂടാനും ഇതിന്റെ പ്രൈസ് കൂടാൻ ടൈം എടുക്കും. പക്ഷെ ഇതൊരു ഷുവർ ഷോർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഷുവർ ഷോർട്ട് ഗ്രോത്ത് ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അറ്റ്ലീസ്റ്റ് വിത്തിൻ ലാർജ് സിറ്റി പ്രമിസസ്. ബിക്കോസ് കൊച്ചി ഇനി ഞാൻ പറയാം, ഇനി അടുത്ത 20 years അൺറെക്കഗ്നൈസബിൾ ആയിരിക്കും കൊച്ചിയുടെ ഔട്ട്സ്കേർട്സ്, കൊച്ചിയുടെ ബൗണ്ടറി, എറണാകുളത്തിന്റെ ബൗണ്ടറീസ് വരെ ഇനി അൺറെക്കഗ്നൈസബിൾ ആയിരിക്കും. ഈ സിറ്റി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എവിടെ ലാൻഡ് ബാങ്ക് വാങ്ങിച്ചിട്ടാലും ഓവർ ടൈം ദിസ് വിൽ ഡെവലപ്പ്. അതിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യാൻ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വില്ലാസ് പണിത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. അതുപോലെ ഈ JV എന്ന് പറയും, ജോയിന്റ് വെഞ്ചർ, അത് എത്രത്തോളം പ്രാക്ടിക്കലി ഇപ്പം പലപ്പോഴും നമ്മുടെ പേരൻസിനൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ലാൻഡ് അങ്ങ് വിൽക്കും. പക്ഷെ ഈ JV എന്ന് പറയുന്ന കാര്യം പറ്റിക്കപ്പെടുവോ, അത് പ്രാക്ടിക്കലി നടക്കുമോ, ടെൻഷനില്ല. അപ്പൊ ഈ JVയിലേക്ക് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് എത്രത്തോളം നമുക്ക് വയബിൾ ആക്കി ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ലാൻഡ് ബാങ്ക് ഉണ്ടായിരുന്നു. എന്റെ ഫാദർ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ലാൻഡ് ബാങ്ക് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇത് ഫോർ എവർ സസ്റ്റൈനബിൾ അല്ല. ഓക്കെ, ബിക്കോസ് ലാൻഡ് കോസ്റ്റ് ഇസ് ഇൻക്രീസിങ്, ലാൻഡ് ഉള്ളതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാ ലാൻഡും പോയി വാങ്ങിച്ച് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ JVs ആർ ദ വേ ഫോർവേഡ്. ജോയിന്റ് വെഞ്ചേഴ്സ് ആയിരിക്കും ഇനി മുന്നോട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു ലാൻഡ് ഓണർ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബിൽഡറിനെ നല്ലോണം വെറ്റ് ചെയ്യുക. ഓൾവേസ് വെറ്റ് ദ ബിൽഡർ. അവരെക്കുറിച്ച് നല്ലോണം അന്വേഷിക്കുക, അവരുടെ ഫൈനാൻഷ്യൽസ് അന്വേഷിക്കുക. ആർ ദേ സ്ട്രോങ് ഇനഫ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ്? അവരുടെ മാർക്കറ്റിംഗ് ടീം സ്ട്രോങ് ആണോ? ഈ എന്താ പറയുക, ഈ വില്ലാസ് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അവർക്കുണ്ടോ എന്നൊക്കെ എപ്പോഴും ഒരു ലാൻഡ് ഓണർ അന്വേഷിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നല്ലോണം നെഗോഷിയേറ്റ് ചെയ്യുക. അതായത് എൻ്റെ ലാൻഡിന്റെ പ്രൈസ് ഇന്ന് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസിന് ഈക്വലന്റ് ആയിട്ടുള്ള വില്ലാസ് അല്ലെങ്കിൽ ഈ പ്രൈസിനുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫർ, അത് എനിക്ക് തരിക. അത് ഓരോ സ്റ്റേജിലും തരിക. But have a good relationship with them, but make sure your priorities are set right. ഭയങ്കര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നമുക്ക് വെറുതെ ഇരുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് JV. ഓക്കെ, അല്ല അതിനെ കുറിച്ചൊക്കെ കുറെ മിഥ്യാധാരണകൾ ആൾക്കാർക്ക് ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്.
ടെൻഷൻ മാത്രമല്ല, പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന കഥകള് പറ്റിക്കപ്പെടുന്ന കഥകളാണ്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും പറയുന്നത്. അപ്പൊ എനിവേ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു, നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു സ്റ്റോറി ആയിരുന്നു. നിങ്ങൾ ആ ഒരു വളർന്നു വന്ന വഴി, ഒരു ലോയർ ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ഫാമിലി ബിസിനസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അമ്മയുടെ അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ സിസ്റ്ററുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു ബിൽഡർ എന്നതിനേക്കാൾ ഉപരി ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഫാമിലിയുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ യാത്ര ഇനിയും നന്നായി തന്നെ വളരട്ടെ. എന്താണ് ഇനി വള്ളുവശ്ശേരി ബിൽഡേഴ്സിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി പ്ലാൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ റീസെന്റ് തുടങ്ങിയതാണ് നമ്മുടെ ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഷിപ്പ് റിപ്പയർ എന്നുള്ളൊരു വിങ് തുടങ്ങിയിട്ടുണ്ട്. ഷിപ്പ് റിപ്പയർ ഇതിപ്പോ നമ്മുടെ കൊച്ചി ഇരിക്കുന്നത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിന്റെ തൊട്ട് അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ പോർട്സിൽ വരുന്ന ഷിപ്സ്, അവിടെ ഡെലിവറി ചെയ്യുന്ന ഷിപ്സ് ഒക്കെ എല്ലാ 2 years 5 years 10 years കൂടുമ്പോൾ ഇവർക്ക് ഷിപ്പ് ബോഡിയിലും എഞ്ചിനിലും ഒക്കെ റിപ്പയർസ് ചെയ്യണം. ഓക്കെ, അതിന് ഇവർ ഈ പോർട്ടിൽ കയറിയായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ ആസ് ഓഫ് ദിസ് ഇയർ നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആണ്. ഈ ഷിപ്സ് വന്ന് അവര് ഡ്രൈ ലാൻഡിൽ നിന്ന് എടുത്ത് ഡ്രൈ ഡോക്കിൽ വെച്ച് അവരെ റേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബോഡീസ് റിപ്പയർ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറും കൂടിയാണ് നമ്മൾ. അപ്പൊ ആസ് ഓഫ് നൗ നമ്മൾ ഗവൺമെന്റിലൂടെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ബട്ട് ഇൻ ദ കമ്മിങ് ഇയേഴ്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പ്രൈവറ്റ് ഷിപ്സും പ്രൈവറ്റ്ലി ഷിപ്സ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ ടീമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഷിപ്പ് റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ്. ഒത്തിരി നമുക്കപ്പോൾ മുന്നോട്ട് ഇത് ആക്ച്വലി കൊച്ചി ആണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷിപ്പ് റിപ്പയറിംഗ് യാർഡ്സ് ഉള്ളത്. ദുബായ്, സിംഗപ്പൂർ, ജക്കാർത്ത, ഇവിടെയൊക്കെ ഭയങ്കര വലിയ ഷിപ്പ്, ചൈനയാണ് ഏറ്റവും ലീഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നല്ല ഷിപ്പ് റിപ്പയർ യാർഡ്സും ഷിപ്പ് ബിൽഡിംഗ് യാർഡ്സും ഉണ്ട്. ഇന്ത്യയുടെ നെക്സ്റ്റ് ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിൽ നല്ല രീതിയിൽ വളർന്നു വരാനാണ് നമ്മുടെയും ഒരു എക്സ്പെക്ടേഷൻ. എങ്ങനെയായിരുന്നു അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര? കാരണം ഒരു ബന്ധമില്ലാത്ത മേഖല, അതെങ്ങനെയായിരുന്നു അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടു? നമുക്ക് തികച്ചും യാദർശികമായി തന്നെ വന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ഇനീഷ്യലി ഈ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങി, ഷിപ്പ് ബിൽഡിംഗിൽ ഗ്രോ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ആലോചിച്ചൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഒരു കസിൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പുള്ളി പാസ് അവേ ചെയ്തു. അപ്പൊ പുള്ളി ഇത് നല്ല സക്സസ്ഫുൾ ആയി ചെയ്യുന്നത് കണ്ട് നമ്മളും ആ ഒരു ഇൻട്രസ്റ്റിൽ വന്ന് കുറച്ച് കോൺടാക്ട്സിനോട് സംസാരിച്ചു, അവിടെ ഒരു എൻട്രി വാങ്ങി, അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കയറി. അതിനെക്കുറിച്ച് പഠിച്ചു എല്ലാം നമ്മൾ പഠിച്ച് അതിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ. നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഇന്ന് കൊച്ചിയിൽ മാത്രമാണെങ്കിൽ നാളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് അത് നമുക്ക് വളർത്താൻ സാധിക്കും. അത്രയും ഓപ്പർച്യൂണിറ്റി നമുക്ക് മുമ്പിലുണ്ട്. അതെ ആബ്സല്യൂട്ട്ലി, അതാണ് നമ്മുടെയും ഒരു ഹോപ്പ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു യാത്രയിൽ ഇനി മുന്നോട്ട് ഞങ്ങൾ ഉണ്ടാകും. എല്ലാവരും ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ വന്നതിന് ശേഷമുള്ള എല്ലാ യാത്രയിലും മുന്നോട്ട് ഞങ്ങൾ ഉണ്ടാകും. അപ്പോ പോളിന്റെ ഫാമിലിയുടെയും എല്ലാ സ്വപ്നങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഷിപ്പ് റിപ്പയറിംഗിന്റെ പുതിയ വാതായനങ്ങൾ തേടി പോകുമ്പോൾ നമുക്ക് ആ കഥ ഒന്നോടെ ഇവിടെ വന്നിരുന്ന് പറയാം. ലോക മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസുകൾ നമുക്ക് ഒന്നോടെ ചർച്ച ചെയ്യാം. അപ്പൊ അതുവരെ കാണുന്നവരേക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഓൺട്രപ്രണർഷിപ്പ് ഒരു ഹരമാണ്. നമ്മൾ ട്രെഡ്മില്ലിൽ കയറിയ ഈ ട്രെഡ്മില്ല് നമ്മൾ തന്നെ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓട്ടം നമ്മൾ നല്ല പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി ഓടുക, പുതിയ അവസരങ്ങൾ കണ്ടെത്തി ഓടുക, നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെയും നമുക്ക് എത്രത്തോളം വളർത്താൻ സാധിക്കും എന്ന് പറയുമ്പോഴാണ് ഒരു ഓൺട്രപ്രണർ വളരുന്നത്. ഇന്ന് നമ്മൾ കേട്ടതും തനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയിലേക്ക് വരികയും അവിടെ വളരുകയും പുതിയ മേഖലകൾ കണ്ടെത്തി പോവുകയും ചെയ്ത പോളിൻ്റെയും ആ ഒരു കുടുംബത്തിൻ്റെയും കഥയാണ്. പുതിയൊരു എപ്പിസോഡിൽ നല്ലൊരു കഥ കൂടെ കേൾക്കുന്നതോടെ വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.